ഹരേ കൃഷ്ണ. കണ്ണൻ്റെ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലം ജില്ലയിലെ ചവറ തെക്കുംഭാഗത്തിൻ്റെ ഹൃദയഭാഗത്ത് അഷ്ടമുടിക്കായലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന 1000 വർഷത്തിലേറെ പഴക്കമുള്ള അതിപുരാതനവും വിശ്വാസത്തെ അർത്ഥപൂർണമാക്കുന്ന താലപ്പൊലി ഘോഷയാത്രയാലും പ്രശസ്തമായ ക്ഷേത്രമാണ് ചവറ തെക്കുംഭാഗം പനക്കറ്റോടിൽ ദേവീക്ഷേത്രം. ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ആറാട്ടോടു കൂടിയുള്ള ഉത്സവമാണ് നടക്കാറുള്ളതെങ്കിലും താലപ്പൊലിക്ക് ഇവിടെ ഏറെ പ്രാധാന്യമുണ്ട്. ഇനി താലപ്പൊലി ഐതിഹ്യം. പണ്ടുകാലത്ത് അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് കാളിക്കടവിൽ ഒരു പാണർ സമുദായാംഗം ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു തൂഷനിലയിൽ കുറച്ച് പച്ചരിയും തെച്ചിപ്പൂവും ഒഴുകി വരുന്നതു കണ്ട പാണരോട് ഒരു ദിവ്യ തേജോരൂപം പൊടുന്നനെ അവിടെ പ്രത്യക്ഷപ്പെട്ട് "നീ എനിക്ക് പനക്കറ്റോടിലേക്കുള്ള വഴി കാണിക്കൂ" എന്ന് ആജ്ഞാപിച്ചു. അയാൾ അതനുസരിച്ച് മുന്നിൽ നടന്ന് പനക്കറ്റോടിൽ എത്തിച്ചേർന്നു. ഈ സമയം മൂത്താലിൽ കുടുംബക്കാരണവർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. വഴി കാണിച്ച പാണനെ ദക്ഷിണ നൽകി തിരിച്ചയക്കാൻ ആ ദിവ്യ സ്ത്രീരൂപം കാരണവരോട് ആവശ്യപ്പെട്ടു. ശേഷം കയ്യിലുണ്ടായിരുന്ന വടി കാരണവരെ ഏൽപ്പിക്കുകയും ചെയ്തു. "ഞാൻ ഇന്നു മുതൽ ഈ ക്ഷേത്രത്തിൽ ഇരിക്കാൻ പോകുന്നു. ഞാൻ പുറത്തിറങ്ങുമ്പോൾ മൂത്താലിക്കാർ വടിയുമായി എൻ്റെ മുമ്പേ നടക്കണം. പാണൻ എനിക്ക് വഴി കാട്ടുകയും വേണം" എന്ന് പറഞ്ഞ ശേഷം ആ ദിവ്യ തേജസ് അവിടെയുണ്ടായിരുന്ന പഴയ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു പോവുകയും ചെയ്തു. അന്ന് രാത്രി തെക്കും ഭാഗത്തിൻ്റെ 4 കരകളിലും ഒരു കലമാൻ ചുറ്റി സഞ്ചരിക്കുന്നത് പലരും കണ്ടു. ഊരാൺമക്കാർ കലമാനെ സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം എല്ലാവരും ചേർന്ന് ദേവപ്രശ്നം നടത്തി. പുതിയതായി വന്നതും കലമാനെ സ്വപ്നം കാണിച്ചതും ദുർഗാദേവിയാണെന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞു. ദേശരക്ഷയ്ക്കായി ദേവി നടത്തിയ ആ ഊരുവലത്തിൻ്റെ സ്മരണയ്ക്കായി ആണ്ടുതോറും ഉത്സവാരംഭത്തിൻ്റെ തലേ ദിവസം 4 കരകളിലെയും കന്യകമാരുടെ താലപ്പൊലിയോടുകൂടി ദേവിയെ ഊരുവലത്തിനായി എഴുന്നള്ളിക്കാൻ തീരുമാനിച്ചു. ഈ എഴുന്നള്ളിപ്പിന് ജീവത കലമാൻ കൊമ്പായിരിക്കണമെന്നും എഴുന്നള്ളിക്കുന്നത് 7 ദിവസത്തെ വ്രതമെടുത്ത അമ്പലം നിൽക്കുന്ന കരയിലെ ഒരു കന്യകയായിരിക്കണമെന്നും പ്രശ്നവിധിയിൽ തെളിയുകയും ചെയ്തു. മൂത്താലിക്കാർ ദേവിയുടെ വടിയുമായി മുമ്പേ നടക്കണമെന്നും പാണൻ വഴി കാട്ടണമെന്നും കൽപ്പനയായി. വഴി കാണിച്ചതിന് മൂത്താലിക്കാരണവർ നൽകിയ രാശിപ്പണം കൊടുത്ത് പാണൻ കള്ള് വാങ്ങി കുടിച്ചു. കള്ള് വിറ്റ ഒരു കുടുംബാംഗം ആ പണം കൊടുത്ത് കരിമീൻ വാങ്ങി കറി വെച്ചു. പ്രശ്നത്തിൽ തെളിഞ്ഞ കാര്യങ്ങൾ ഇരുവരും സമ്മതിക്കുകയും ദേവിക്ക് വഴിപാടായി ആ കുടുംബത്തിൽ നിന്നും ആണ്ടുതോറും താലപ്പൊലിക്ക് മുമ്പായി ഒരു സ്വർണ്ണക്കുമിള കാഴ്ചവെക്കാമെന്നും സമ്മതിക്കുകയും ചെയ്തു. ഇതാണ് പനക്കറ്റോടിലമ്മയുടെ താലപ്പൊലിയുടെ ഉത്ഭവം. പിന്നീട് നറുക്കെടുപ്പിലൂടെ കന്യാവിനെ വർഷം തോറും തെരഞ്ഞെടുത്ത് സ്വർണപ്രിയയായ പനക്കറ്റോടിലമ്മയുടെ ആഭരണങ്ങൾ ചാർത്തി ദേവീ സ്വരൂപമായ കന്യാവ് നാടു കാണാനിറങ്ങുന്നു. താലപ്പൊലി പാവുമ്പാ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ അവിടെ പാവുമ്പാ ദേവി ദേവിയുടെ മൂത്ത സഹോദരിയുടെ പ്രതിരൂപമായ കന്യകയുടെ രൂപത്തിൽ സ്വീകരിക്കാനുണ്ടാവും. 2 ദേവിമാരുടെ സംഗമത്തിനപ്പുറം 2 ദേശത്തിൻ്റെ ഐക്യവും സ്നേഹവും ഒക്കെ കാട്ടിത്തരുന്ന വിശ്വാസത്തെ അർത്ഥപൂർണമാക്കുന്ന ദേവീ സംഗമം. എത്ര മനോഹരമായ കാഴ്ച! ഈ വർഷത്തെ താലപ്പൊലി ഘോഷയാത്ര ഏപ്രിൽ 18-നായിരുന്നു. ദൂരദേശങ്ങളിൽ നിന്ന് പോലും പനക്കറ്റോടിലമ്മയുടെ താലപ്പൊലി ഘോഷയാത്ര കാണാൻ ധാരാളം ആൾക്കാർ വന്നെത്താറുണ്ട്. ഏവർക്കും പനക്കറ്റോടിലമ്മയുടെയും പാവുമ്പാ ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. രാധേശ്യാം.